ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അല്ലേ? ഇവിടെ വായോ ഉമ്മ വാ, തസ്ലീ വാ, ഹൈറ വാ. അപ്പോൾ ഉമ്മമ്മയും മുർഷിദയും ഒന്നും വരുന്നില്ല. ഇനി വൈക്കുന്ന ഒരാളെടുക്കാനുണ്ട്. ആളെ ആരാന്നിപ്പോൾ പറയുന്നില്ല, കാണാം. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മണ്ണാർക്കാട്ട് ഒരു യത്തീംഖാനയിലേക്കാണ് അല്ലമ്മ. അപ്പോൾ നമ്മളിതൊരു നേർച്ച ആക്കുന്നതാണ്. നമുക്ക് 2-3 നല്ല ഉദ്ദേശം വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യും. ഇനി അടുത്ത വർഷം ഇതിലേറെ നല്ല ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ 2-3 ഉദ്ദേശങ്ങളും പിന്നെ ജസീല കപ്പയുടെ വിശാലമാകാനും പിന്നെ നമ്മളെ മനസ്സിൽ കുറച്ച് ഉദ്ദേശങ്ങൾ, ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റാനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഹൈറ ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞ്. ഇപ്പം അൽഹംദുലില്ലാ നല്ല നിങ്ങളൊക്കെ അകമഴിഞ്ഞ എന്താ പറയുക സപ്പോർട്ട് കൊണ്ടും അല്ലേ നമ്മളിപ്പോൾ അൽഹംദുലില്ലാ നല്ല ഇതിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 50ഓളം ചുരിദാർ, ഏകദേശം 48 ചുരിദാർ, നല്ല അടിപൊളി 3 പീസ് പാവപ്പെട്ട യത്തീമായി പഠിക്കുന്ന മക്കൾക്ക്, അതായത് ഏകദേശം പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു യത്തീംഖാനയുണ്ട് മണ്ണാർക്കാട്. ഏകദേശം നമ്മളിങ്ങനെ കൊടുക്കാറുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്ന പക്ഷെ നമ്മൾ വീഡിയോയിൽ ഇതിൽ കാണിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഇപ്പോഴും കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർ പറഞ്ഞു ഇപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് ഒരുപാട് യത്തീംഖാനകളുണ്ട് ഇല്ലേ? നമുക്കറിയാത്തത് അറിഞ്ഞുകൊണ്ടൊക്കെ ഉണ്ട്. പക്ഷെ എല്ലായിടത്തും സഹായം എത്തുന്നില്ല. എന്നാൽ ചിലയിടത്തും നല്ല സഹായം എത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ വല്ലാണ്ട് സഹായം എത്താത്തൊരു യത്തീംഖാനയാണ്. അപ്പോൾ അവർക്ക് ഇതെല്ലാവരും അറിഞ്ഞിട്ട് നമ്മൾ കാരണം വേറൊരാളോടും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ പല കമൻറ്റും വരുന്നുണ്ടാവും. അപ്പം നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. എന്തായാലും പടച്ചോൻ ഇത് സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇത് കാണിച്ചു എന്ന് കരുതിയിട്ട് ഇതായിട്ടല്ല പറയണത്. ഇത് കാണിക്കുന്നത് അവർക്ക് സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരോടും പറഞ്ഞിട്ടാണ്. അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ സാധനം ആക്കി വെച്ച് ഞാൻ കാണിച്ചു തരാം. വണ്ടീൻ്റെ ഡിക്കി നിറയെ ചുരിദാറുകൾ നിറച്ചിട്ടുണ്ട്. ഒരുപാട് കണ്ടോ, പല സൈസിലും പല അളവിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ ഷോപ്പിലത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ യൂണിറ്റിൽ തന്നെ നമ്മൾ ഇതിനൊക്കെ എടുത്തതാണ്. അപ്പോൾ ഓരോ അളവിനനുസരിച്ച് ഏകദേശം 48 ഉണ്ട്. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി പോവാണ്. വൈക്കുന്ന വേറെ ആരുമല്ല, നമ്മളെ ഉമ്മ തന്നെയുണ്ട്. ജസിൻ്റെ ഉമ്മാനെ കയറ്റാനുണ്ട്, അവിടെ നിന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. അൽഹംദുലില്ലാ അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ കൊടുക്കാൻ പറ്റട്ടെ അല്ലേ അമ്മ? അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങിയാണ്. ഇൻഷാ അല്ലാഹ് കാണാം. ബാക്കിയുള്ള വീഡിയോസ് ഫുള്ളും കാണുക. അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആളെ വൈക്കന്ന് കിട്ടിയിട്ടുണ്ടല്ലേ, ഉമ്മാനെയും കയറ്റിയിട്ടുണ്ട്. അപ്പം ഇനി പോവുകയാണ്. തസ്ലിയോ ഇവിടെ അല്ലേ? ഉണ്ട്. ഓക്കെ, പോവാം നമുക്ക്. ഇത് മണ്ണാർക്കാട് എന്നല്ല, മണ്ണാർക്കാട് നമ്മൾ പൊതുവെ ടൗണിൻ്റെ പേര് പറയാണ്. ഇത് കല്യാണ കാപ്പിൽ ഈ കാർ വാഷിൻ്റെ അടീക്കൂടെയാണ് ഔലിയപ്പാപ്പ എത്തിങ്ങാനി കണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇതാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കല്യാണക്കാപ്പാണ്. മണ്ണാർക്കാട് എത്തണ്ട, നമ്മളെ മദർ കെയർ ഹോസ്പിറ്റലിൻ്റെ ആയിക്കൂടെ കയറിയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമുക്കിപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് കയറാം. പിന്നെ നമ്മളിതിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ ചെറിയ മക്കളാണ്, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമ്മൾ ഇത് തന്നെ കാണിക്കാൻ കാരണം ഇവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടട്ടെ. കാരണം ഒരുപാട് തിങ്ങാനികൾ കിട്ടുന്നുണ്ട്, ഒരുപാട് കിട്ടാത്തതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പെടുന്നതാണിത്. അതുപോലെ അവരെ കുട്ടികൾ കിടക്കുന്ന സോഫയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ അതൊക്കെ പ്രയാസമാണ്. അപ്പോൾ അവർക്ക് സഹായങ്ങൾ ഇവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്ത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഇനി ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ ഒരുപാടുണ്ടാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടികളോ പ്രോഗ്രാമുകളോ ബർത്ത്ഡേ കല്യാണം അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ടാവും നടത്താനൊക്കെ. അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ എത്തിങ്ങാനി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ അവർ കണ്ടിട്ട് അവർ കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഒന്ന് ഉള്ളിൽ കയറുക കേട്ടോ. വെറും പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഭക്ഷണം കഴിക്കാട്ടില്ലേ അല്ലേ തസ്ലി? ഭക്ഷണം കഴിക്കുന്നത് ഉമ്മ ഉണ്ട്. കുട്ടി പ്ലേറ്റൊക്കെ മുന്നിൽ വെച്ചിരിക്കുന്നു. ഇവരെന്നെ ഉണ്ടാക്കണത് അവിടെ ഭക്ഷണം. അപ്പോൾ നിങ്ങൾ എത്ര ആൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞുതരും. ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി ഭക്ഷണം. അല്ലെങ്കിൽ വേറെ എന്തൊക്കെ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ.
സൈസ് അങ്ങോട്ട് ഇരിക്കണം. ഏകദേശം ഇതൊക്കെ നമ്മൾക്ക് ഇവിടെ കൊടുക്കാനുള്ള കൊടുന്നതാണ്. ഏകദേശം 48 ഉണ്ട്, 48 കുട്ടികളുണ്ടത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യുക. കാരണം അതൊക്കെ കാണിക്കാൻ കാരണം ഞാൻ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ സ്ഥലമുണ്ട്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളൊന്ന് കൊടുക്കണം. അതാണ് എൻ്റെ വിഷയം. അത്രേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക അല്ലേ അമ്മ? അത്രേ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ ഉള്ളു കിട്ടിയ എന്തായാലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഹയറായ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അമ്മ അതുപോലെ തന്നെ അവിടെ കബറുടെ വിഷയങ്ങളൊക്കെ അത്രേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥന. പിന്നെ കച്ചവടമൊക്കെ നിങ്ങളെ കാരണമാണ് ഇത്രയും കച്ചവടങ്ങൾ ഉണ്ടാവുന്നത്. അൽഹംദുലില്ലാ എല്ലാ കച്ചവടം ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി കച്ചവടം ഉണ്ടാകാൻ എല്ലാവരും ദുആ ചെയ്യാം. അത്രേ ഉള്ളൂ അല്ലേ? ഫസ്റ്റിലെ എല്ലാ സൈസും നമ്മൾ 1ാം ക്ലാസ്സിക്ക് ഒന്ന് അങ്ങനെ ലിസ്റ്റിൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതേമാതിരി ഇതാക്കിയിട്ട് അത് 1ാം ക്ലാസ്സിലെ കുട്ടിക്കുള്ള വേറെ. മറ്റേയൊക്കെ ചുരിദാറാണ് വരുന്നത്. അത്യാവശ്യം നല്ല കയ്യിലടിച്ചിരിക്കണം, കൈ വലുപ്പത്തിലും ഇതിലൊക്കെ. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? സൈസ് അത് വേറെ സെപ്പറേറ്റ് കൊടുത്താൽ മതി. അയറെ നോക്കേ, അയറ് അതൊക്കെ ചെയ്യുന്നത് ശരിയാക്കൊക്കെ. അപ്പം മറക്കണ്ടല്ലേ, എത്തിങ്ങാനി വരുന്നത് കല്യാണക്കാപ്പാണ്. ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൊടുക്കാൻ തുടത്തിയില്ല അമ്മ? അത് കുഴപ്പമില്ല, ഇനി അങ്ങനെ കൊടുത്താൽ ഇനി ഓല് റെഡി ആക്കിക്കോളും. ശരി, എന്തായാലും നമ്മളെ ആ കൊണ്ടേ കൊടുത്തായറാ, കൊണ്ടേ കൊടുത്തോ ഉള്ളിൽ കൊണ്ടേ കൊടുത്തു തസ്ലി കൊണ്ടേ കൊടുത്തു. ഓക്കെ, എല്ലാം കൊണ്ടേ കൊടുത്തു ഫുള്ള്. ഇനി അവർ സെറ്റാക്കി കൊടുത്തോളൂ, നമ്മൾ പറഞ്ഞു കൊടുത്തു ഓണാൻ. പോട്ടെ, 3 പീസാണ്. ഷാളും പാൻറ്റും ടോപ്പും ഉണ്ട്. അയറാതാ ഇനിയുണ്ട്. എല്ലാം അതിന് ഉഷാറാണ് മാഷാ അല്ലാ. ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ. ഇതൊക്കെ വലുതായാലും ഇതൊക്കെ ചെയ്യേണ്ടതാണ് അല്ലേ? കൊണ്ടേ കൊടുക്ക് കഴിഞ്ഞില്ലേ? ഇത് ആ 1ാം ക്ലാസ്സിലെ കുട്ടിക്കുള്ള നാട്ടിൽ പ്രത്യേകം പറയട്ടോ. പ്രത്യേകിച്ച് അത് ധരിക്കുന്ന സമയത്തുള്ള അതിൻ്റെ സമാധിയെ ഇതിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ സഹോദരൻ്റെ ഭാര്യ ജെസി എന്ന് പറയുന്നത് ജനങ്ങൾ ലോകരാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മളിനെ അറിയുന്നത്. പിന്നെ 2 വീഡിയോസ് അവർ കണ്ടപ്പോൾ തന്നെ മരണപ്പെട്ടുപോയ സഹോദരി ദൈവം നമുക്ക് മനസ്സിലാകുന്നു. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് ഈ ലോകത്തിൽ കൊണ്ടുവരാറുള്ളത്. അതിനൊക്കെ ഇരട്ടി പ്രതിഫലം നൽകിയിരിക്കുന്നതാണ്. ഈ കുടുംബത്തോടൊപ്പം നമ്മോടൊപ്പം ഒരുമിച്ച് കൂടാൻ സഹോദരികൾ ഈ സഹോദരികളായ സ്വരത്തായ സ്വരീകളായ ആണോ പെണ്ണുമായ കണ്ണിന് കുളിർമയേറുന്ന സംഘാനങ്ങളെ കേൾക്കുമാറാകട്ടെ. ഇവരുടെ കച്ചവടങ്ങളാവുക ഉറപ്പുകളിലേക്ക് കേൾക്കുമാറാകട്ടെ. ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും, അതായത് ലൊക്കേഷൻ വരുന്നത് വട്ടമ്പലം ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് അങ്ങനെ കയറാം. കറക്റ്റ് ലൊക്കേഷൻ കല്യാണക്കാപ്പ് എന്നാണ് പറയാം. പിന്നെ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷന് ഞാൻ പറഞ്ഞു തന്നെ, ഇതിൻ്റെ നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ അതിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതാണ് തിങ്ങാൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ.
ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാതും സ്വീകരിക്കട്ടെ പടച്ചോന്. എന്തായാലും ഹലാലായ നല്ല ഉദ്ദേശങ്ങളൊക്കെ പടച്ചോൻ നിറവേറ്റി തരട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോവുകയാണ്. ഓക്കെ.